അപ്പോൾ മറ്റൊരു വാർത്താ ദിനം അത് പൂർത്തിയാകാൻ പോകുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, അതിന്റെ വിശദാംശങ്ങൾ, ഒപ്പം നമ്മുടെ ഒരുപാട് വർത്തമാനങ്ങൾ, നിങ്ങളുടെ ഒരുപാട് കഥകൾ, ഒരുപാട് സെഗ്മെന്റുകൾ, ഇതെല്ലാം ചേർത്താണ് ഗുഡ് നൈറ്റ് ഷോ ഇന്നും എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. ഇന്നത്തെ വാർത്താ ദിനത്തിലും നിറഞ്ഞു നിന്നത് ഈ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഒപ്പം തന്നെ ആരോപണങ്ങൾ, പരാതികൾ, ഇതെല്ലാം കൊണ്ട് തന്നെയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് ഇന്ന് വാർത്താ ദിനത്തിൽ വാർത്ത ഫോളോ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും അതുതന്നെയാണ്. അതിനിടെ ഈ നടന്മാർ മന്ത്രിമാരാകുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി പദവികൾ വഹിക്കുമ്പോൾ അതൊക്കെ വലിയ പ്രശ്നമായി മാറാറുണ്ട്. സിനിമാ വിഷയം അത് അവിടെ മാത്രം ഒതുങ്ങുന്നില്ല, രാഷ്ട്രീയ വിഷയമായി മാറുന്നതാണ്. പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നു, അങ്ങനെ മുന്നണിക്കുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായി അത് പരിണമിക്കുന്നുണ്ട്. അപ്പോൾ തുടർ ദിവസങ്ങളിലും ഈ വിവാദങ്ങൾ കൂടുതൽ ചൂടുപിടിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എം മുകേഷിനെ പറ്റിയിട്ടാണ്. CPIM-ലും LDF-ലും വിമർശനം ഉയർന്നിട്ടും എം മുകേഷ് MLA-ക്ക് കുലുക്കമില്ല. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിയാൻ പോലും ഗുരുതര ലൈംഗികാരോപണം നേരിടുന്ന MLA തയ്യാറായിട്ടില്ല. CPIM കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. ഇടതുമുന്നണിയിലെ നേതാക്കളിൽ പലരും മുകേഷിനെ തള്ളിപ്പറഞ്ഞു. മുകേഷ് രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് 100 സ്ത്രീപക്ഷ പ്രവർത്തകർ സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കി. അന്വേഷണം നടക്കട്ടെ എന്നുള്ള ഒഴുക്കൻ മട്ടിലുള്ള മറുപടി പറഞ്ഞ് ധനമന്ത്രി KN ബാലഗോപാൽ ഒഴിഞ്ഞു മാറുന്നതും നമ്മൾ ഇന്ന് കണ്ടു. ഒരു ഇടത് MLA-ക്കെതിരെ 100 സ്ത്രീപക്ഷ പ്രവർത്തകർ ഒപ്പിട്ട് പ്രസ്താവനയിറക്കുന്നത് ചരിത്രത്തിൽ ഇതാദ്യമാണ്. മുൻപ് ഇടതുപക്ഷം ആർക്കെതിരെയാണോ സമാന ആരോപണം ഉന്നയിച്ചത്, ആ സമയം ഇടതു നിലപാടിനൊപ്പം നിന്നവരിൽ സാറാ ജോസഫിനെ പോലുള്ള പലരും ഇപ്പോൾ മുകേഷിനെതിരെ രംഗത്തുണ്ട്. ഗാർഹിക പീഡനം, ബലാത്സംഗം, തൊഴിൽ മേഖലയിലെ ലൈംഗിക പീഡനം തുടങ്ങി ഗുരുതര ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രസ്താവന. MLA സ്ഥാനം രാജിവെക്കണമെന്ന കടുത്ത നിലപാട് കോൺഗ്രസിനില്ല. എന്നാൽ മുകേഷിനൊപ്പമല്ലെന്ന് തെളിയിക്കാൻ CPIM MLA-യെ സഹായിക്കുന്നത് BJP ആണെന്ന് പറഞ്ഞാണ് സതീശന്റെ പ്രതിരോധം. BJP-യുടെ കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ്. ആരെ രക്ഷിക്കാനാ? CPM-ന്റെ MLA രക്ഷിക്കുക. എന്താ കഥ? BJP-യുടെ കേന്ദ്രമന്ത്രി എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ തട്ടിമാറ്റിയത്? CPM-ന്റെ ഒരു MLA സംരക്ഷിക്കാൻ വേണ്ടി. എന്തൊക്കെയാ കാണുന്നത് നമ്മള്? BJP-യെ ചാരിയുള്ള സതീശന്റെ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷന് കടുത്ത നിലപാടെടുക്കേണ്ടി വന്നു. മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവതരമായ ആരോപണത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസെടുക്കേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരാൾ MLA ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിലും BJP-യിലുമുള്ള ഈ ആശയക്കുഴപ്പങ്ങൾ പ്രതിസന്ധിക്കിടയിലും CPIM-ന് നേരിയ ആശ്വാസമാണ്. എന്നാൽ മുകേഷിനെ ചൊല്ലി സ്വന്തം പാളയത്തിനുള്ളിൽ ഉയരുന്ന വിമർശനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനുമാകില്ല. കൃത്യമായ അന്വേഷണം നടക്കുകയും കാര്യങ്ങൾ പുറത്തുവരികയും ചെയ്യും. അതിനെ സംബന്ധിച്ച് ഇപ്പൊ നടക്കുന്ന പല വിവാദങ്ങളും ചില പ്രതിഷേധങ്ങളും രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ കാണണം. MLA സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം പോലും ആവശ്യപ്പെടാത്തപ്പോഴാണ് പാർട്ടി ജില്ലാ നേതൃത്വം തനിക്കെതിരെ നീങ്ങുന്നതെന്ന പരാതി മുകേഷിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോപണങ്ങളിൽ പാർട്ടി പിന്തുണ കിട്ടുന്നില്ലെന്ന് മുകേഷ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത്. മുകേഷിന് രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ ഇന്ന് മാർച്ച് നടത്തി. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ എം മുകേഷ് ഈ സ്ഥാനത്ത് തുടരുന്നതുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. MLA സ്ഥാനത്ത് തുടരുന്നതിൽ ഇപ്പോൾ CPIM വെട്ടിലായിരിക്കുകയാണ്. മുകേഷിനെ സംരക്ഷിക്കേണ്ട എന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കളുള്ളത്. കോൺഗ്രസ് MLA-മാർ രാജിവെച്ചിട്ടില്ലെന്ന പ്രതിരോധം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈവിടുന്നതിന് തുല്യമാണ് എന്നാണ് ഉയർന്നിരിക്കുന്ന വിമർശനം. CPIM-ന്റെ MLA-മാർക്കെതിരെ ലൈംഗിക പീഡനാരോപണം മുമ്പ് ഉയർന്നിട്ടില്ല. ചില നേതാക്കൾക്കെതിരെ ആരോപണമുയർന്നതും തീവ്രതയളവ് അന്വേഷണവുമൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത്തവണത്തേത് CPIM-നെ ശരിക്കും വെട്ടിലാക്കി. സ്ത്രീപക്ഷ നിലപാട് പുലർത്താൻ ആഹ്വാനം ചെയ്യുന്ന നേതാക്കളും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കരുത്തരായ നേതാക്കളുമൊക്കെയുള്ള പാർട്ടി പക്ഷേ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് അസാധാരണ സ്ഥിതിയിലാണ്. നടിയുടെ പരാതിയിൽ കേസെടുത്താൽ MLA സ്ഥാനത്ത് തുടരാൻ മുകേഷിനെ CPIM അനുവദിക്കുമോ എന്നതാണ് കാതലായ ചോദ്യം. ലൈംഗികാരോപണങ്ങളിൽ കേസ് നേരിടുന്ന 2 MLA-മാർ കോൺഗ്രസിലുണ്ടല്ലോ എന്നാണ് ചില CPIM നേതാക്കളുടെ ചോദ്യം.
കോൺഗ്രസ് നിലപാട് സമീകരിക്കുകയല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യേണ്ടതെന്ന് സ്ത്രീപക്ഷ പ്രവർത്തകരുടെ മറുചോദ്യം. ഇനി നിലപാടെടുക്കേണ്ടത് CPIM നേതൃത്വമാണ്. കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ കടുത്ത വിമർശനമുയർന്നിരുന്നു. മുകേഷിനെ രാജിവെപ്പിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലം നഷ്ടമാകുമോ എന്ന ആശങ്ക CPIMനുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷിനേക്കാൾ വലിയ ഭൂരിപക്ഷം NK പ്രേമചന്ദ്രന് ലഭിച്ച മണ്ഡലമാണ്. സീറ്റാണോ പ്രതിച്ഛായയാണോ സ്ത്രീപക്ഷത്താണോ CPIM എന്നാണ് ഇനി അറിയേണ്ടത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ മറ്റൊരു പരാതി കൂടി പുറത്തു വരികയാണ്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും ലൈംഗിക ആരോപണ പരാതി. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ പരാതി പുറത്തു വരുന്നത്. കോഴിക്കോട് മാങ്കാവ് സ്വദേശിയാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. സമീർ C മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അതിന്റെ വിശദാംശങ്ങളുമായി സമീർ, അങ്ങനെ ഈ രീതിയിൽ പരാതികളുടെ എണ്ണം കൂടുന്നു. ഇതിപ്പോൾ രഞ്ജിത്തിനെതിരെ തന്നെയാണ്. എന്താണ് മാങ്കാവ് സ്വദേശിയായ ഇവർ പറയുന്നത്? സംവിധായകൻ രഞ്ജിത്തിനെതിരെ മറ്റൊരു ലൈംഗിക ആരോപണം കൂടി വന്നിരിക്കുകയാണ്. കോഴിക്കോട് മാങ്കാവ് സ്വദേശിയാണ് പരാതി നൽകിയിരിക്കുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് ഈ യുവാവിന്റെ പരാതി. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരനാണ് ഈ വ്യക്തി. അദ്ദേഹം നേരത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ വേളയിൽ അദ്ദേഹത്തിന് അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂരുവിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയെന്നും അവിടെ വെച്ചാണ് പീഡിപ്പിച്ചത് എന്നുമാണ് DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. 2012 സംഭവം എന്നും ഈ യുവാവിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നും അതുപോലെ ഒപ്പം തന്നെ രഞ്ജിത്തിനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ യുവാവ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. മുൻപ് ഒരു നടിയായിരുന്നു പരാതിയുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ യുവാവാണ് എത്തിയിരിക്കുന്നത് അല്ലേ? അതെ, നേരത്തെ ഒരു നടിയുടെ ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതിന് പിറകെ ഇപ്പോൾ ഒരു യുവാവ് തന്നെയും ഇത്തരം ഒരു ആരോപണമായി ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ മറ്റൊരു ആരോപണം കൂടി ഉയർന്നിരിക്കുന്നു. ലൈംഗികമായി തന്നെ ഉപദ്രവിച്ചു എന്നാണ് ഈ യുവാവ് നൽകിയിരിക്കുന്ന ഈ പരാതി. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് DGPക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. DGPയുടെ ഓഫീസിൽ നിന്ന് അത് കോഴിക്കോട് കമ്മീഷണർക്ക് വൈകാതെ തന്നെ കൈമാറും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ആ അന്വേഷണ സംഘം കൂടി ഈ വിഷയം കൈകാര്യം ചെയ്യും. ഈ യുവാവ് എന്തായാലും പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. കോഴിക്കോട്ട് മാങ്കാവ് സ്വദേശിയാണ് ഈ യുവാവ് പ്രജിത പ്രവീൺ. വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു പരാതി കൂടി ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉയർന്നിരിക്കുകയാണ്. DGPക്ക് തന്നെയാണ് ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവാണ് രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ വ്യക്തമാവുന്നു. യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. മ്യൂസിയം പോലീസ് കേസെടുത്തതിന് പിന്നാലെ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് നീക്കം തുടങ്ങിക്കഴിഞ്ഞു. പരാതിക്കാരിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഇമെയിൽ മുഖേന DGPക്ക് നൽകിയ പരാതിയിലാണ് സിദ്ദിഖിനെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തത്. 2016 തിരുവനന്തപുരം മസ്കോട്ട് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് ആരോപണം. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ, അന്യായമായി തടങ്കലിൽ വെക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. കേസെടുത്തതിന് പിന്നാലെ പ്രത്യേക സംഘം യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തി. മൊഴിയിൽ സിദ്ദിഖിനെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. ക്രൂരമായി പീഡിപ്പിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും നടി പോലീസിന് മൊഴി നൽകി. വൈദ്യപരിശോധന നടത്തി. നാളെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. തിരുവനന്തപുരം കോടതിയിലെ വനിതാ മജിസ്ട്രേറ്റാകും രഹസ്യമൊഴിയെടുക്കുക. സംഭവം നടന്ന ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിന് പോലീസ് നിർദ്ദേശം നൽകി. അതിനിടെ അറസ്റ്റ് ഭയന്ന് നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് നീക്കം തുടങ്ങി. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനാണ് ആലോചന. ലൈംഗികാരോപണം അജണ്ടയാണെന്ന് ചൂണ്ടിക്കാട്ടി സിദ്ദിഖ് യുവനടിക്കെതിരെ നൽകിയ പരാതിയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലാണ്. 24 തിരുവനന്തപുരം. പരാതികൾ അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പുരോഗമിക്കുകയാണ്. നടന്മാർ ഉൾപ്പെടെ മലയാള സിനിമാ മേഖലയിലെ 7 പേർക്കെതിരെ നടി നൽകിയ പരാതിയിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തി പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. പരാതിയുടെ എല്ലാ വശവും അന്വേഷിക്കുമെന്ന് അജിത ബീഗം വ്യക്തമാക്കി. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയ 18 പരാതികളിൽ 7 നൽകിയത് ആലുവ സ്വദേശിനിയായ നടിയാണ്. M. മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, സാങ്കേതിക പ്രവർത്തകരായ നോബിൾ, വിച്ചു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖർ എന്നിവർക്കെതിരെയാണ് പരാതി. DIG അജിത ബീഗം, AIG G. പൂങ്കുഴലി എന്നിവരാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. മുകേഷ് അടക്കമുള്ളവർക്ക് എതിരായ പരാതിയിൽ അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികൾ നിർണായകമാണ്. എന്റെ
മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് അടുത്ത ആക്ഷൻ ഈ മൊഴിയുടെ ബേസിസിലായിരിക്കും ഉണ്ടാവുന്നത്. രജിസ്ട്രേഷൻ അതായത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെയ്തിട്ട് പിന്നീട് നമുക്ക് SITക്ക് ഇൻവെസ്റ്റിഗേഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നത് SITക്ക് ആയിരിക്കും. കുറ്റകൃത്യം നടന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലാകും FIR രജിസ്റ്റർ ചെയ്യുക. തുടർന്ന് അന്വേഷണ ചുമതല SITക്ക് കൈമാറും. 24 കൊച്ചി. യെസ്, മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. അമ്മയ്ക്ക് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി ഫെഫ്കയിലും പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നു. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന് സംവിധായകൻ ആഷിഖ് അബുവും വിനയനും ആവശ്യപ്പെട്ടു. B ഉണ്ണികൃഷ്ണന്റേത് ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം നിൽക്കുന്ന നിലപാടാണ് എന്നതാണ് ഇവരുടെ വിമർശനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അതിജീവിതർക്കൊപ്പമെന്ന നിലപാട് പ്രഖ്യാപിച്ച ഫെഫ്ക സ്വന്തം അംഗങ്ങൾക്കെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ കേസിൽ മൗനത്തിലാണ്. ഗുരുതരമായ കണ്ടെത്തലോ അറസ്റ്റോ നടന്നാൽ മാത്രം രഞ്ജിത്ത് അടക്കമുള്ള അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാമെന്ന നിലപാടിലാണ് ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ. ഈ നിലപാടാണ് സംവിധായകൻ ആഷിഖ് അബുവിനെ ചൊടിപ്പിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംഘടന കുറ്റകരമായ മൗനം പാലിച്ചു. ഇന്ന് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലുള്ളത് B ഉണ്ണികൃഷ്ണന്റെ മാത്രം നിലപാടാണ്. കഴിഞ്ഞ കുറച്ചുനാളായി സംഘടന B ഉണ്ണികൃഷ്ണനിലേക്ക് മാത്രം ചുരുങ്ങിയെന്നും വിമർശനം. B ഉണ്ണികൃഷ്ണനെതിരെ സംവിധായകൻ വിനയനും രംഗത്തെത്തി. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം. തൊഴിൽ നിഷേധം നടത്തിയെന്ന കുറ്റത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിക്ഷിച്ച വ്യക്തിയാണ് ഉണ്ണികൃഷ്ണനെന്ന് വിനയൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 24 കൊച്ചി. ഇതെന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അമ്മയിൽ, ഈ നേതൃനിരയിലുള്ളവരുടെ രാജിയുമായി ബന്ധപ്പെട്ട് അമ്മയിൽ തന്നെ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിരവധി പേർ ഇത്തരത്തിൽ കൂട്ടരാജിക്ക് വഴങ്ങിയിരുന്നില്ല. പക്ഷേ സമ്മർദ്ദത്തെ തുടർന്ന് പിന്നെ പൊതു അഭിപ്രായമൊക്കെ മാനിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിൽ ഈ ഒരു രാജി നൽകാൻ തയ്യാറായതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലെ യുവതാരങ്ങൾ അത് ഈ പറയുന്നത് പോലെ അവരുടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. മുതിർന്നവരാണെങ്കിലും നേതൃനിരയിലെ ആൾക്കാരാണെങ്കിലും അത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യം തുറന്നു പറയാൻ അവർ തയ്യാറാവുന്നു എന്നുള്ളത് എല്ലാത്തിൻ്റെയും ഒരു മാറ്റത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ കൂട്ടരാജി ഏകകണ്ഠമാണ് എന്ന് നേതൃത്വം പറഞ്ഞതോടെ അതിപ്പോൾ അവർ വെട്ടിലായ അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകളും അംഗങ്ങൾക്കിടയിൽ സജീവമായി നടക്കുന്നുണ്ട്. ടൊവിനോ തോമസ്, അനന്യ, സരയു, വിനു മോഹൻ എന്നിവർക്കാണ് കൂട്ടരാജിയിൽ വിയോജിപ്പ്. 17 പേരും രാജിവെക്കണമെന്ന പ്രസിഡന്റ് മോഹൻലാലിന്റെ ആവശ്യത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എതിർപ്പ് പരസ്യമാക്കി. ഈ നമ്മളുടെ സംഘടനയിൽ തന്നെ ഒരുപാട് പേർക്ക് ഈ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്തിരുന്നവർ ഇപ്പോൾ വർക്ക് ചെയ്യാതെ അവരൊരു ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ആശങ്ക വരിക അല്ലെങ്കിൽ എന്തെങ്കിലും മുടങ്ങിപ്പോകുമോ എന്നുള്ള ഒരു കൺസേൺ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ഈ തരത്തിൽ എന്തെങ്കിലും തീരുമാനം പോയാൽ. എതിർപ്പുന്നയിച്ചവരുടെ സംഘടനയിലെ മുതിർന്ന അംഗങ്ങൾ അനുനയ ചർച്ച നടത്തി. പിന്നീട് ഭൂരിപക്ഷ തീരുമാനത്തിന് വഴങ്ങുകയായിരുന്നുവെന്ന് താരങ്ങൾ. അതിനോട് ആദ്യം ഒരു വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷെ എന്താണോ അവർ പറഞ്ഞത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളത് മാത്രമാണ്. അതിജീവിതർക്കൊപ്പം നിൽക്കാൻ കഴിയാതെ കൂട്ടരാജി എന്ന തീരുമാനം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഒളിച്ചോട്ടമാകുമെന്നും യുവതാരങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിലപാടെടുത്തു. ഓൺലൈനായി എക്സിക്യൂട്ടീവ് യോഗം നടക്കുമ്പോൾ കലൂരിലെ അമ്മ ആസ്ഥാനത്ത് വിനു മോഹൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ സമാന്തര യോഗവും നടത്തിയിരുന്നു. കൂട്ടരാജിയിലും പ്രശ്നങ്ങൾ അവസാനിക്കാത്ത അമ്മയിൽ പ്രതിസന്ധി തുടരുകയാണ്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന യുവതാരങ്ങളുടെ നിര കൂടുതൽ ആളുകളുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനും ഒരുങ്ങുന്നുണ്ട്. അമ്മയിൽ തലമുറ മാറ്റത്തിന് അരങ്ങൊരുങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് മുതിർന്ന താരങ്ങളെ എതിർത്തുള്ള യുവനിരയുടെ നിലപാട് പ്രഖ്യാപനം. 24 കൊച്ചി. യെസ്, അപ്പോൾ പല രീതികളിലുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രതികരണം ചോദിച്ചെത്തിയ മാധ്യമപ്രവർത്തകരോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രതികരണം അത് വിവാദമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് പരാതിയൊക്കെ ആയി മാറി, പോലീസിൽ കേസായി, അങ്ങനെ ആ രീതിയിൽ മറ്റൊരു വിവാദം മറുഭാഗത്ത് നടക്കുന്നുമുണ്ട്. എന്തായാലും വഴി തടഞ്ഞു എന്ന രീതിയിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തൃശൂർ രാമനിലയത്തിൽ അനുവാദമില്ലാതെ കയറിയെന്നും മന്ത്രിയെ തടഞ്ഞുവെന്നും ഗവൺമെന്റ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുമാണ് സുരേഷ് ഗോപി നൽകിയിരിക്കുന്ന പരാതി. അതിനിടെ സുരേഷ് ഗോപിക്കെതിരെ മുൻ MLA അനിൽ അക്കർ നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.
എം മുകേഷ് MLA സ്ഥാനം രാജിവെക്കുന്നത് സംബന്ധിച്ച് BJP നേതൃത്വവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രണ്ട് തട്ടിലായതോടെ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയായിരുന്നു കയ്യേറ്റം. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ രാത്രിയോടെ വഴി തടഞ്ഞെന്ന് കാട്ടി സുരേഷ് ഗോപി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഗവൺമെന്റ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും അനുവാദമില്ലാതെ ഗസ്റ്റ് ഹൌസിൽ കയറിയതിനും കേന്ദ്രമന്ത്രിയുടെ വഴി തടഞ്ഞതിനെതിരെയുമാണ് കേസ്. അതിനിടെ മുൻ MLA അനിലക്കര നൽകിയ പരാതിയിൽ തൃശൂർ സിറ്റി ACPയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. പരാതിക്കാരനായ അനിലക്കരയുടെ മൊഴി നാളെ രാവിലെ 11 മണിക്ക് രേഖപ്പെടുത്തും. അല്ല, എന്നെ ഇപ്പോ ACPയുടെ ഓഫീസിലാണ് വിളിച്ചത്. മൊഴിയെടുക്കണം എന്ന് പറഞ്ഞു, പരാതി നൽകേണ്ട അടിസ്ഥാനത്തിൽ. ഭരണഘടനാ ലംഘനമാണ്, മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ്, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനെതിരെ നടത്തുന്ന കടന്നുകയറ്റമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മൊഴിയെടുക്കാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ നാളെ പോലീസിന് മൊഴി കൊടുക്കും. പോലീസ് കേസെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സംഭവസ്ഥലത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെ അടക്കം വിശദമായ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമോപദേശം തേടിയ ശേഷം കേസെടുക്കണമോ എന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനാണ് പോലീസിന്റെ നീക്കം. 24 തൃശൂർ. ഇങ്ങനെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ, ഒപ്പം പരാതി, ഇതെല്ലാം വരുന്നുണ്ട്. അതിൽ കൃത്യമായുള്ള അന്വേഷണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥർക്കാകട്ടെ എന്ന് നമ്മളും പ്രത്യാശിക്കുകയാണ്. യെസ്, നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാടധികം കമന്റുകൾ ഇന്ന് പ്രേക്ഷകർ അയച്ചിട്ടുണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ, യൂട്യൂബ് കമന്റ് ബോക്സിൽ. അതിൽ പല കമന്റുകളുണ്ട്. അതിൽ ഞാൻ ആദ്യം തുടങ്ങുന്നത് പക്ഷേ മറ്റൊരു കമന്റാണ്. നമ്മുടെ നിഷാദ് വി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിഷാദ് വിക്ക് ഭയങ്കര പരാതിയാണ്. നമ്മുടെ കമന്റുകളൊന്നും വായിക്കുന്നില്ല, നമ്മൾ 1ാം സ്ഥാനത്ത് വന്നതുകൊണ്ട് ആണോ നിങ്ങളിപ്പോൾ കമന്റ് വായിക്കാത്തത്, ആ രീതിയിലുള്ളൊരു ഹുങ്കൊക്കെ നിങ്ങൾക്ക് വന്നോ എന്നൊക്കെ നിഷാദ് വി ചോദിച്ചു. പക്ഷേ ഇന്നിപ്പോൾ നിഷാദ് വി അയച്ചിരിക്കുന്ന മെസ്സേജ് ഇതാണ്. അത് നിഷാദ് വിക്കും നമുക്കും എല്ലാവർക്കും ബാധകമാണ് എന്നാണ് നിഷാദ് വി പറയുന്നത്. പ്രജിൻ പ്രവിത, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് ഹൃദയം. അത് ശുദ്ധി അല്ലെങ്കിൽ പിന്നെ തിളങ്ങുന്ന മുഖം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് നിഷാദ് വി പറയുന്നത്. അപ്പം നിഷാദിന്റെ ആ പരാതി അവിടെ അവസാനിച്ചുവെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ പാട്ടിനെ കുറിച്ച് പറയുമെങ്കിൽ ശ്രീജിത്ത് SR ചോദിക്കുന്നു, ലാലിസമാണോ, നമ്മൾ റെക്കോർഡ് ചെയ്ത് പാടുന്നതാണോ എന്നാണ് ശ്രീജിത്തിന്റെ സംശയം. എനിക്ക് തോന്നുന്നു പുതിയ പ്രേക്ഷകനായിരിക്കും. അതോടൊപ്പം തന്നെ ചാനൽ മാറിപ്പോയോ സജീവ് ചോദിക്കുന്നുണ്ട്. ഇവരൊക്കെ പുതിയ പ്രേക്ഷകരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൂസ് ചോദിക്കുന്നു സൂര്യ മ്യൂസിക് ആണോ. ഒന്നുമല്ല, നമ്മൾ തുടക്കത്തിൽ പാട്ട് പാടുന്നു എന്നേ ഉള്ളൂ. നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ ഷോയുടെ ഭാഗമായിട്ടുള്ള പ്രത്യേക സെഗ്മെന്റ്സ് ഉണ്ട്. അപ്പം പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കാവുന്നതുമാണ്. അതായത് പാട്ട് വെച്ചിട്ട് ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്താണ് ഇത് ഗാനമേളയാണോ എന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഷോയുടെ ഫോർമാറ്റ് അറിയാത്ത ആരോ ആണ് ആ ട്രോളിന് പിന്നിൽ നിന്ന് തോന്നുന്നു. പക്ഷെ അതിനകത്ത് കമന്റുകളൊക്കെ രസമുണ്ട് വായിക്കാൻ. അതുപോലെ നമ്മുടെ ഷോ കാണാതെ ആണ് ഈ അഭിപ്രായം, ഈ ട്രോളൊക്കെ വന്നിരിക്കുന്നതെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ അഭിപ്രായങ്ങളൊക്കെ ആവാം, എതിർത്തും അനുകൂലിച്ചും ഒക്കെ. ഒപ്പം സൗമ്യ S പ്രഭാകരൻ പറയുന്നു, ഗുഡ് നൈറ്റിൽ സോങ് ആണെങ്കിൽ ഗുഡ് മോർണിംഗിൽ SKN പാടണം എന്ന് പറയുന്നുണ്ട്. യെസ്, ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗം ജി പൂങ്കുഴലി മുന്നോട്ട് പോവും. വിവിധ സ്റ്റേഷനുകളിൽ ആണ് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതാത് ബന്ധപ്പെട്ട SHOക്ക് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അല്ല, വിവിധ ജില്ലകളുണ്ട്. കൊച്ചിയുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, വിവിധ ജില്ലകളിലുണ്ട്. അപ്പോൾ അതായത് ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് നമ്മൾ അയച്ചു കൊടുക്കുമായിരിക്കും. ഇന്ന് രാത്രി തന്നെ എല്ലാവർക്കും ഡിസ്പാച്ച് ചെയ്യുന്നു. അല്ല, അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. അതിപ്പോൾ പറയാൻ പറ്റില്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് അതായത് സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടെ തന്നെയാണ് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും, മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അല്ല, ഇന്ന് എല്ലാ സ്റ്റേഷനും ഡിസ്പാച്ച് ചെയ്യും. ഇപ്പം തന്നെ ചെയ്യും. മറ്റ് ജില്ലകളിലുള്ളവർക്കൊക്കെ സ്പെഷ്യൽ മെസ്സേജ് നമ്മൾ വിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം കൊച്ചിയാണ്. താങ്ക് യു. അതെ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി യുവതിയുടെ മൊഴിയെടുക്കാൻ വന്നതാണ് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം. അപ്പോൾ അവർ 7 പരാതികളുമായി രംഗത്തെത്തിയ ആലുവ സ്വദേശിയുടെ മൊഴിയെടുക്കാനാണ് അവർ എത്തിയത്. യെസ്, എന്തായാലും മറ്റ് ജില്ലകളിലേക്കൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ നേരിട്ട് അറിയിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനായി ഒരു ഇമെയിൽ അഡ്രസ്സും ഒപ്പം തന്നെ ഒരു ഫോൺ നമ്പറും കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് പുറത്ത് വിട്ടതാണ്. യെസ്, അപ്പോൾ നമ്മൾ കമന്റ് ബോക്സിലെ കാര്യങ്ങളാണ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ എത്താം. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോയ ശേഷം മറ്റു കമന്റുകളിലേക്ക് നമ്മൾ വീണ്ടും വരും. നമ്മളിനി പോകുന്നത് വയനാട്ടിലേക്കാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ DNA പരിശോധനാ ഫലം പുറത്തുവന്നു. 36 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 17 മൃതദേഹങ്ങളും 56 ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 73 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. കണ്ണൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് ഈ പരിശോധനകളെല്ലാം നടത്തിയത്. മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ച 36 പേരെ
DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. 17 മൃതദേഹങ്ങളും 56 ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 73 സാമ്പിളുകളാണ് സ്ഥിരീകരിച്ചത്. ഒരാളുടെ തന്നെ ഒന്നിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചതായി പരിശോധനയിൽ സ്ഥിരീകരിച്ചു. കണ്ണൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് പരിശോധന നടത്തിയത്. അവകാശികളില്ലാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകിയാണ് സംസ്കരിച്ചത്. DNA ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണാതായ 36 പേരെ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിലാസവും മറ്റു വിശദാംശങ്ങളും കൃത്യമായി ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം DNA പരിശോധനയിൽ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിക്കുന്നതിന് മാനന്തവാടി സബ് കളക്ടറുടെ ഓഫീസുമായി ബന്ധപ്പെടണം. 24 വയനാട്. ഇനി ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു വാർത്തയുടെ തുടർ വാർത്തയിലേക്കാണ് പറഞ്ഞു വരുന്നത്. ഷിരൂരിൽ കാണാതായ അർജുന്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിനെ കുറിച്ചാണ്. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള ദൗത്യം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തി. ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. MK രാഘവൻ MP, മഞ്ചേശ്വരം MLA AK അഷ്റഫ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങളെ തുടർന്ന് ഈ മാസം 16-നാണ് ഗംഗാവലി പുഴയിലെ തിരച്ചിൽ വീണ്ടും നിർത്തിയത്. ഡ്രഡ്ജർ എത്തിച്ച് പുഴയിലെ മണ്ണും കല്ലും നീക്കം ചെയ്താൽ മാത്രമേ തിരച്ചിൽ സാധ്യമാകൂ എന്ന് നാവികസേന അറിയിച്ചിരുന്നു. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനിച്ചെങ്കിലും അതിന്റെ ചെലവ് വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒടുവിൽ ഡ്രഡ്ജറിനായുള്ള ചെലവ് പൂർണ്ണമായും കർണാടക സർക്കാർ വഹിക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. അദ്ദേഹം ഇന്ന് തന്നെ സംസാരിച്ച് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുമെന്ന് പറഞ്ഞു. ഏതായാലും ഇന്ന് രാത്രി ഞങ്ങൾ സതീശയിൽ MLA സംസാരിക്കും. അപ്പോൾ ഏതായാലും ഈ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ആവശ്യമായിട്ടുള്ള നടപടിക്രമം ഉടനെ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കൂടിക്കാഴ്ചയിൽ പൂർണ്ണ സംതൃപ്തിയെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കാണുകയും ശുഭാപ്തി വിശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് തന്നെ ഈ കാര്യത്തിൽ ഇടപെടുകയും കളക്ടറുമായിട്ടും MLA-മായിട്ടും എല്ലാം സംസാരിക്കുകയും ഡ്രഡ്ജർ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് തന്നിരിക്കുന്നത്. ശിരൂരിൽ ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്. നാവികസേനയുടെ സംഘം നാളെ പുഴയിലെ അടിയൊഴുക്ക് വീണ്ടും പരിശോധിക്കും. 24 ബംഗളൂരു. അല്ലമീൻ തങ്ങൾപ്പാടി പറയുന്നു, സിനിമാ ലോകത്തെക്കുറിച്ച് മറിച്ചൊരഭിപ്രായം ആർക്കെങ്കിലും ഇക്കാലം അത്രയും ഉണ്ടായിരുന്നോ? ഭൂരിഭാഗം സിനിമകളുടെ പ്രമേയങ്ങൾ സഭ്യതയില്ലാത്തതാണ് എന്ന അഭിപ്രായമാണ് അല്ലമീൻ രേഖപ്പെടുത്തുന്നത്. അത് അല്ലമീൻ്റെ അഭിപ്രായമാണ് എന്ന് കൂടി പറയുകയാണ്. ഒപ്പം തന്നെ വേറെ വാർത്തയൊന്നുമില്ലേ എന്ന് TK നാസർ ചോദിക്കുന്നുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഒപ്പം പ്രേമൻ പറഞ്ഞു, സിനിമ കാണൽ 10 വർഷം മുൻപ് നിർത്തിയത് എത്ര നന്നായി എന്ന് പറയുന്നു. അത്തരത്തിലൊരു അതൊക്കെ ഇവരുടെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. 24 അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഷംജിൻ കട്ടശ്ശേരി, മേഘങ്ങൾ എന്നും എനിക്ക് ഹരമാണ്. തണുത്തു വിറച്ചിരിക്കുന്ന രാത്രിയാമങ്ങളിൽ ഒരു പഞ്ഞിപ്പുതപ്പ് കണക്കെ പുണരുവാനും വിങ്ങുന്ന ഹൃത്തിൻ നോവിനാൽ പൊഴിഞ്ഞു വീഴുന്ന അശ്രുമണികളെ തഴുകുവാനായി ഡിയർ PNP എന്ന് വളരെ രസകരമായി ഷംജിൻ കട്ടശ്ശേരി എഴുതിയിരിക്കുന്നു. നൈസ്. അതെ. അപ്പം ഒരു പ്രേക്ഷകൻ കുറച്ച് നേരമായിട്ട് കമന്റ് ഇടുന്നുണ്ട്. കണ്ടന്റ് ഗെയിമർ, എൻ്റെ അനിയത്തിക്ക് വേണ്ടി കണ്ണാന്തുമ്പി സോങ് ഒന്ന് പാടാമോ എന്ന് ചോദിക്കുന്നു. പാടൂ. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. പത്രം പോരെ. ഗുജറാത്തിൽ അവിടത്തേക്കാണ്. അവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടുത്തെ കാലാവസ്ഥയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, വലിയ പ്രതിസന്ധി ചില മേഖലകളിലുണ്ട്. 3 ദിവസമായി തുടർന്ന തീവ്ര മഴയിൽ പ്രളയ സമാന സാഹചര്യമാണ് ഗുജറാത്തിൽ. മഴക്കെടുതിയിൽ 15 പേരാണ് മരിച്ചത്. രക്ഷാദൗത്യത്തിനായി സൈന്യത്തെ നിയോഗിച്ചിട്ടുണ്ട്. മിന്നൽ പ്രളയ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ഗുജറാത്തിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. സൗരാഷ്ട്ര കച്ച് മേഖലയിലും തെക്കൻ ഗുജറാത്തിലും സ്ഥിതി അതിരൂക്ഷം. 10 ഡാമുകളാണ് സംസ്ഥാനത്ത് തുറന്നത്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ജാംനഗറിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ 20 പേരെ എയർഫോഴ്സ് എയർ ലിഫ്റ്റ് ചെയ്തു. ഇതിൽ 9 പേർ കുഞ്ഞുങ്ങളാണ്. വഡോദരയിൽ 12 അടി വരെ വെള്ളമുയർന്നെന്നാണ് ആരോഗ്യമന്ത്രി ഋഷികേഷ് പട്ടേൽ പറയുന്നത്. വഡോദരയിലെ അജ്വ ഡാം തുറന്നതും വിശ്വാമിത്രി നദി കരകവിഞ്ഞതും സ്ഥിതി രൂക്ഷമാക്കി. നദിയിൽ നിന്ന് മുതലകൾ നഗരത്തിലേക്കും എത്തി. വഡോദരയിലെ മലയാളി സമാജം പ്രവർത്തകർ കുടുങ്ങിക്കിടക്കുന്നവർക്കുള്ള ഭക്ഷണവും വെള്ളവും എത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് NDRF-ന്റെയും SDRF-ന്റെയും സംഘങ്ങൾക്ക് പുറമെ ആർമിയെയും രക്ഷാദൗത്യത്തിനായി നിയോഗിച്ചു. 6 ജില്ലകളിലാണ് ആർമി സംഘം രക്ഷാദൗത്യത്തിനെത്തുക. 24 മുംബൈ.
അടുത്ത നമുക്കൊരു പോസിറ്റീവ് വാർത്തയാണല്ലേ? തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ഇതാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. രാജ്യമാകെ പ്രഖ്യാപിച്ച 12 വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് അനുമതി. 1710 ഏക്കറിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് 3806 കോടി രൂപയാണ് മുതൽ മുടക്ക്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് രാജ്യത്ത് 12 വ്യവസായ സ്മാർട്ട് സിറ്റികൾ യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചത്. വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള NSDC സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേരളത്തിലെ പാലക്കാട് പദ്ധതി യാഥാർത്ഥ്യമാക്കും. കൊച്ചി സേലം ദേശീയപാതയിൽ പാലക്കാട് നടപ്പാക്കുന്ന പദ്ധതിയിൽ 8799 കോടിയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു. മരുന്നുൽപാദനം, റബ്ബർ, ധാതു വ്യവസായങ്ങൾ തുടങ്ങിയവയ്ക്കാവും പാലക്കാട് വ്യവസായ പാർക്കിൽ ഊന്നൽ നൽകുക. 1,00,000 പേർക്കെങ്കിലും പദ്ധതിയുടെ ഭാഗമായി ഇവിടെ തൊഴിൽ ലഭിക്കുമെന്ന് കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. 28,602 കോടി രൂപയാണ് ആകെ 12 വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതികൾക്കായി കേന്ദ്ര മന്ത്രിസഭായോഗം വകയിരുത്തിയിരിക്കുന്നത്. കേരളത്തിന് കേന്ദ്രത്തിന്റെ ഓണസമ്മാനമാണ് പദ്ധതി. സേലം കൊച്ചി ദേശീയപാതയിലാണ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുക. 51,000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും. പുതുശ്ശേരിയിലാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. 3806 കോടി രൂപ മുതൽ മുടക്കിൽ സ്ഥാപിക്കുന്ന വ്യവസായ നഗരത്തിൽ 51,000-ഓളം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും. മെഡിക്കൽ, കെമിക്കൽ, നോൺ മെറ്റാലിക്, മിനറൽ ഉൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിക്കുകയാണ് ലക്ഷ്യം. 1710 ഏക്കർ ഭൂമിയാണ് ആവശ്യമായി വരിക. സ്ഥലം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു നൽകണം. പ്രാദേശിക റോഡ് നിർമ്മാണവും ജലലഭ്യതയും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഏറെ നാളായി മുറവിളി കൂട്ടുന്ന കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ നിരാശ മാത്രമാണ് ബാക്കിയെങ്കിലും വ്യവസായ നഗര പദ്ധതി കേരളത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. യെസ്, നമുക്കിനി ഒരു വിയോഗ വാർത്തയിലേക്കാണ്. ഇന്ന് എന്താണ് പറയുക, നമ്മുടെ ഒരു കലാലോകത്തിലുണ്ടായൊരു വലിയ വിടവാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. പ്രശസ്ത ഗിറ്റാറിസ്റ്റ് ജോസ് തോമസ് അന്തരിച്ചു എന്ന വാർത്ത അല്പസം മുൻപാണ് പുറത്തുവന്നത്. 55 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്നാണ്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനയാത്രയ്ക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഫ്ലവേഴ്സിനെ സംബന്ധിച്ചും ഏറെ നഷ്ടമാണ്. കാരണം ഫ്ലവേഴ്സ് കുടുംബാംഗം കൂടിയാണ് അദ്ദേഹം. ടോപ്പ് സിംഗറിലെ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. കോട്ടയം ഇരാറ്റുപേട്ട സ്വദേശിയാണ്. വിവിധ ടെലിവിഷൻ ചാനലുകളിലെ മ്യൂസിക് റിയാലിറ്റി ഷോയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. മാത്രമല്ല SP ബാലസുബ്രഹ്മണ്യം, യേശുദാസ്, KS ചിത്ര, S ജാനകി അങ്ങനെ എന്ന് വേണ്ട തെന്നിന്ത്യയിലെ എല്ലാ പ്രശസ്ത സംഗീതജ്ഞരുടെയും കൂടെ സംഗീത വേദികളിൽ ഗിറ്റാറിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ചെറിയ കാലം തൊട്ട് ഞാൻ അദ്ദേഹത്തെ ഈ TVയിൽ കാണുന്നുണ്ട്. എല്ലാ സ്റ്റേജ് പെർഫോമൻസിലും ബാക്ക്ഗ്രൗണ്ടിൽ ഗിറ്റാറുമായി ഇരിക്കുന്ന ജോസേട്ടനെ ഓർക്കുന്നു. വലിയ നഷ്ടമാണ് കലാരംഗത്തുണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് വേദികളിൽ അദ്ദേഹത്തിൻ്റെ മാസ്മരികത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ടോപ്പ് സിംഗർ വേദിയിൽ ഒരു തവണ അദ്ദേഹം വായിച്ച ഒരു ഗിറ്റാർ പീസ് നമുക്കൊന്ന് കേൾക്കാം. ഗോപികെ എന്ന പാട്ടിൻ്റെ BGMൽ വരുന്ന ഒരു പോർഷനാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഗിറ്റാർ, ഈ പറയുന്ന ലീഡ് ഗിറ്റാർ അല്ല, അത് മാത്രമല്ല അക്കോസ്റ്റിക് ആണെങ്കിലും മാൻഡലിൻ ആണെങ്കിലും യുക്കുലേലെ ആണെങ്കിലും എല്ലാം ജോസേട്ടൻ ഒരു പ്രത്യേക രീതിയിലാണ് വായിക്കുക. അദ്ദേഹത്തിൻ്റെ ഈ ഫിംഗറിംഗ് സ്റ്റൈൽ അതൊരു പ്രത്യേക രീതിയാണ് അദ്ദേഹം പിടിക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലേക്കുണ്ട്. ഒരുപാട് വേദികളിൽ അദ്ദേഹം നിറഞ്ഞു നിന്ന അതൊക്കെ മനസ്സിലേക്ക് വരികയാണ്. അതിലും വലിയ നഷ്ടമാണ് ഫ്ലവേഴ്സിനും നമ്മുടെ കലാലോകത്തിനും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഈ വേദനയിൽ നമ്മളും പങ്കുചേരുകയാണ്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും ലൈംഗികാരോപണം. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവാവ് കോഴിക്കോട് മാങ്കാവ് സ്വദേശി DGPക്ക് പരാതി നൽകി. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികളിൽ കൂടുതൽ കേസെടുക്കാൻ പോലീസ്. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ 7 കേസുകൾ രജിസ്റ്റർ ചെയ്യും. നടൻ സിദ്ദിഖിനെതിരായ പരാതിയിൽ യുവനടിയുടെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. നടിയുടെ ലൈംഗികാരോപണ പരാതിയിൽ VS ചന്ദ്രശേഖരൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് KPCC അധ്യക്ഷന് കൈമാറി. ആലുവയിൽ അനുമതിയില്ലാതെ നടത്താനിരുന്ന ഫാഷൻ ഷോ പോലീസ് നിർത്തിവെപ്പിച്ചു. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. ഗുജറാത്തിൽ മഴക്കെടുതിയിൽ 26 മരണം, 122 അതീവ ജാഗ്രതാ നിർദ്ദേശം. ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കുത്തിക്കൊന്നു. തുംകൂർ സ്വദേശി രാമകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. രാമകൃഷ്ണയുടെ നാട്ടുകാരൻ രമേശ് അറസ്റ്റ്.
യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് ഷോ തുടരുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഒരു കുട്ടി പ്രേക്ഷക നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നു. ബംഗളൂരുവിൽ നിന്നുമാണ് വൻഷിക. ഹലോ, ഹായ്. എവിടെ മിടുക്കി? കാണുന്നില്ലല്ലോ. വരുന്നില്ലല്ലോ സ്ക്രീനിൽ. ഹലോ വൻഷിക, എന്താ ചെയ്യുന്നത്? ഞാൻ 6th-ലാണ്. ഏത് സ്കൂളിലാണ് പഠിക്കണേ? ബംഗളൂരിലാണോ? ആഹാ. ഇപ്പൊ ഇന്ന് ക്ലാസ്സിന് പോയോ? ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ? എന്നിട്ട് എന്ത് പഠിച്ചു? ഞങ്ങൾ ഇന്ന് സോഷ്യല് പിന്നെ സയൻസ് ക്ലബിന്റെ ഇനോഗ്രേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹോംവർക്ക് ഒക്കെ ചെയ്തോ? ഹോംവർക്ക് ഒക്കെ 6 o'clock കംപ്ലീറ്റ് ചെയ്തു. മിടുക്കിയാണ്, കറക്റ്റ് ആണ്. അതെ അതെ. അപ്പം വൻഷിക, ഇതിന്റെ കൂടെ ഈ സ്കൂളിലെ തിരക്ക്, ഹോംവർക്ക്, ഇതിന്റെ ഒക്കെ ഇടയിൽ വാർത്ത കാണാൻ സമയം കിട്ടാറുണ്ടോ? അത് ഞാൻ നൈറ്റ് ടൈം 24 കാണും. നൈറ്റ് ഷോ. അതായത് നമ്മുടെ ഈ ഹോംവർക്ക് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് 24 കാണുന്നത് അല്ലേ? എന്നും വീട്ടിൽ 24 കാണുന്നത് ആരാ? അച്ഛൻ. അച്ഛനുണ്ടോ അടുത്ത്? ഹായ് ചേട്ടാ, നമസ്കാരം. എന്താ ചേട്ടന്റെ പേരെന്താ? ജ്യോതിഷ്. നിങ്ങൾ നാട്ടിലെവിടെയാണ്? നാട്ടിൽ തലശ്ശേരിയാണ്. തലശ്ശേരി പാനൂര്. പാനൂരാണ്. ഓക്കെ. കണ്ണൂരായിരുന്നു ഇപ്പണ്ട് ഇവിടെ. നമ്മുടെ നാട്ടുകാരനാണ്. വൻഷിക നന്നായി പാടുമെന്ന് ആരോ പറഞ്ഞിരുന്നല്ലോ. വൻഷികയുടെ വളരെ സ്വീറ്റ് വോയിസ് ആണ് അല്ലേ? അതെ അതെ. വൻഷികയുടെ ഫ്രണ്ട്സ് പറഞ്ഞല്ലോ നന്നായി പാടുന്ന്. പാടില്ലേ? പാട്ടാലോചിക്കുകയാണ്. പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട് ഏതാ? രണ്ടുപേര് പാടി നോക്കട്ടെ. പക്ഷെ വളരെ സ്വീറ്റ് വോയിസ് ആണ് കേട്ടോ മോളുടെ. നമുക്ക് പാടാം, പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇനിയും 24 കാണണം, ഇനി ന്യൂസ് ഒക്കെ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോ ഓൾ ദി ബെസ്റ്റ് വൻഷിക. എന്താണ് പെട്ടെന്ന് വരൂ. ചേച്ചിയുടെ പേരെന്താ? ചേച്ചി എവിടെ? കേട്ടില്ല. ഹായ്. ചേച്ചിയുടെ പേരെന്താന്ന് പറഞ്ഞേ? നടിയുണ്ടല്ലോ അല്ലേ? എന്ത് ചെയ്യുന്നു വാമിക? ഞാനിപ്പോ +1 പഠിക്കാം. ഓക്കെ, അവിടെ തന്നെയാണ് അല്ലേ? ബംഗളൂരു തന്നെയാണ്. ഓക്കെ, നൈസ്. അപ്പോൾ രണ്ടുപേരും സൂപ്പറായി പഠിക്കുക. അപ്പൊ അടുത്ത തവണ വിളിക്കുമ്പോൾ പാട്ടൊക്കെ പാടണം വൻഷിക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഗുഡ് നൈറ്റ്, ബൈ. ഓക്കെ, ബൈ. അപ്പൊ ആ കൊച്ചു മിടുക്കി വൻഷിക. അതെ, നല്ല പേര്. അതെ. ഭാഗ്യാന്വേഷികൾ ഓണം ബമ്പർ നറുക്കെടുപ്പിനായി കാത്തിരിക്കുകയാണ്. എന്നാൽ ടിക്കറ്റ് എടുക്കുന്നവർ മാത്രമല്ല, ഓരോ ഓണം ബമ്പറും കാത്തിരിക്കുന്നത് സാധാരണക്കാരായ ലോട്ടറി കച്ചവടക്കാർ കൂടിയാണ്. ഏജന്റുമാരും ചെറുകിട കച്ചവടക്കാരുമായി സംസ്ഥാനത്ത് ലോട്ടറി കൊണ്ട് ഉപജീവനം നടത്തുന്ന ലക്ഷക്കണക്കിന് പേരുടെ ഓണത്തിന് നിറം പകരുന്നത് ഓണം ബമ്പറാണ്. ആൾക്കൂട്ടത്തിനിടയിൽ, ബസ് സ്റ്റാൻഡുകളിൽ, ചെറുതും വലുതുമായ ജംഗ്ഷനുകളിൽ, അങ്ങനെ എല്ലായിടത്തും കാണാം ഭാഗ്യാന്വേഷികളെ തേടി ലോട്ടറിയുമായി നടക്കുന്ന സാധു മനുഷ്യരെ. അവരുടെ ഓണത്തിന് ഒരു ലോട്ടറി കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന നിരവധി മനുഷ്യരുടെ ഉപജീവന മാർഗമാണ് ലോട്ടറി കച്ചവടം. വൻകിട ഏജന്റുമാർ മാത്രമല്ല, അവരിൽ നിന്നും ലോട്ടറി എടുത്തു കച്ചവടം ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ലോട്ടറി വകുപ്പിന് പോലും ഔദ്യോഗികമായി കണക്കെടുക്കാൻ കഴിയില്ല. കാരണം ഓരോ ദിവസവും ഒരാളെങ്കിലും അധികമായി ഈ തൊഴിലിലേക്കെത്തും. സമ്മാനപ്പെരുമഴയുമായി ഇത്തവണ ഓണം ബമ്പർ എത്തുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുക അത്തരം മനുഷ്യരാണ്. ലോട്ടറി അടിക്കണമെന്നില്ല, ടിക്കറ്റ് വിൽക്കുമ്പോഴും അവർക്ക് ലാഭമുണ്ട്. സാധാരണഗതിയിലുള്ള 40 രൂപ ടിക്കറ്റിന് 7.5 രൂപയാണ് ഇവരുടെ കമ്മീഷൻ. 500 രൂപയുടെ ഒരു ഓണം ബമ്പറിന് 95 രൂപ കമ്മീഷൻ കിട്ടും. ഓണം ഇൻസെൻറ്റീവായി 1 രൂപ അധികവും. എല്ലാ വർഷത്തെയും പോലെ ഈ കൊല്ലവും ഓണക്കാലത്ത് ഓണം ബമ്പർ വളരെ സ്വീകാര്യത വയ്ക്കുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ ജനങ്ങൾക്കും വളരെ ആവേശകരമായ ഒരു കാലഘട്ടം കൂടിയാണിത്. 25 കോടിയുടെ ഒന്നാം സമ്മാനവുമായി എത്തുന്ന ഓണം ബമ്പറിന് ഇതുവരെ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച വിൽപ്പനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും വിശ്വാസ്യതയുള്ള ഭാഗ്യക്കുറിയാണ് ഓണം ബമ്പർ. അതിനാൽ അതിന് ആവശ്യക്കാരും അധികം. 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സമ്മാനത്തുക പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള 3ാം ഓണം ബമ്പറാണിത്.
ആദ്യ തവണ വിറ്റഴിഞ്ഞത് 67 ലക്ഷം ടിക്കറ്റുകൾ. കഴിഞ്ഞ വർഷം 75 ലക്ഷം ടിക്കറ്റുകൾ വിറ്റു. പരമാവധി അച്ചടിച്ച് വിൽപ്പന നടത്താവുന്ന ടിക്കറ്റുകളുടെ എണ്ണം 90 ലക്ഷമാണ്. ഇത്തവണ 90 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിക്കാനാകുമെന്നാണ് ലോട്ടറി വകുപ്പിന്റെ പ്രതീക്ഷ. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് നമുക്ക് അറിയാം 1967 അത് ആരംഭിച്ചത്. അത് ആരംഭിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അന്ന് നമ്മുടെ താഴെത്തട്ടിലെ ജനവിഭാഗത്തെയാണ് പ്രധാനമായി ഉദ്ദേശിച്ചതും ഒപ്പം സർക്കാരിനൊരു ഫണ്ട് സ്വരൂപിക്കലും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് അന്ന് നമുക്ക് ഈ ലോട്ടറി ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അന്ന് ടിക്കറ്റിൻ്റെ വില 1 രൂപയും 50,000 രൂപയായിരുന്നു ഒന്നാം സമ്മാനം. മാസത്തിൽ ഒരു തവണ നറുക്കെടുപ്പ്. ഇന്നിപ്പം അത് വന്ന് നിൽക്കുന്നത് എല്ലാ ദിവസവും നറുക്കെടുപ്പും ജനങ്ങൾക്ക് ഇടയിൽ വിൽപ്പനയ്ക്ക് പോകുന്നുണ്ട്. ഇപ്പം നിലവിൽ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ദിവസം വിൽക്കുന്ന ലോട്ടറിയിലും ഏറ്റവും വിൽപ്പന കൂടിയതും ഏറ്റവും സർക്കാരിനായാലും വിൽക്കുന്ന ആൾക്കാർക്കായാലും ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നതുമായ ലോട്ടറിയും ഏറ്റവും കൂടുതൽ ഒന്നാം സമ്മാനം നൽകുന്ന ലോട്ടറിയും ഇപ്പം നിലവിലെ ലോട്ടറികളിലെ രാജാവ് ഓണം ബമ്പറാണ്. 25 കോടിയാണ് ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്നത്. സർക്കാർ ഭാഗ്യക്കുറി അനുദിനം വിശ്വാസ്യത വർദ്ധിച്ചു വരുന്ന ഒന്നാണ്. 1967 ഭാഗ്യക്കുറി വകുപ്പ് ആരംഭിച്ചു. 1 രൂപ ടിക്കറ്റിന് 50,000 രൂപ സമ്മാനത്തുകയിൽ നിന്ന് ഇന്ന് കാണും വിധം ലോട്ടറി വളർന്നത് ആ വിശ്വാസ്യത കൊണ്ടാണ്. മാസത്തിൽ ഒരു ദിവസം നറുക്കെടുപ്പ് എന്ന നിലയിൽ നിന്ന് ഇപ്പോൾ എല്ലാ ദിവസവും നറുക്കെടുപ്പ് എന്ന നിലയിലേക്ക് എത്തി. നമ്മുടെ ഓണം ബമ്പർ 25 കോടി രൂപ ഒന്നാം സമ്മാനമാക്കിയിട്ടുള്ള മൂന്നാമത്തെ നറുക്കെടുപ്പാണ് വരുന്നത്. ഫസ്റ്റ് നറുക്കെടുപ്പിന് നമുക്ക് ഏകദേശം 67 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിൽപ്പന നടത്താൻ പറ്റി. രണ്ടാമത് വന്ന സമയത്ത് അത് 75 ലക്ഷത്തിലധികം ആയി, 76 ലക്ഷത്തിനടുത്തോളം വിൽക്കാൻ പറ്റി. ഇപ്പം നമുക്ക് മാക്സിമം അടിക്കാൻ പറ്റുന്നത് 90 ലക്ഷം ടിക്കറ്റുകളാണ്. അതിലിപ്പം നമുക്ക് ലക്ഷ്യമിടുന്നത് മുഴുവൻ ടിക്കറ്റും പ്രിൻ്റ് ചെയ്യാൻ പറ്റുകയും അത് വിൽക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള സംവിധാനത്തെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോട്ടറി കച്ചവടമാണ് ഈ ഓണം ബമ്പറിലൂടെ സർക്കാരും ലോട്ടറി വകുപ്പും ലക്ഷ്യമിടുന്നത്. അത് വിജയിക്കുമെന്നാണ് കച്ചവടത്തിലെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. ഒക്ടോബർ 9 ഓണം ബമ്പർ നറുക്കെടുപ്പ്. അതായത് പറഞ്ഞു വന്നത് എന്തെന്നാൽ ഭാഗ്യം തേടുക എന്നത് മാത്രമല്ല, 500 രൂപ മുടക്കി ഒരു ഓണം ബമ്പർ എടുക്കുന്നതിലൂടെ സാധാരണ മനുഷ്യരെ, നിസ്സഹായരെ ചേർത്തു പിടിക്കുക എന്നതുകൂടിയാണ്. സലിം മാലിക്, 24, തിരുവനന്തപുരം. കേരളത്തിലെ ഫുട്ബോൾ പ്രേക്ഷകർക്ക്, ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ ഫുട്ബോൾ കളിയാരവങ്ങൾക്ക് ആവേശം തീർക്കാൻ എത്തുന്ന ആദ്യ സൂപ്പർ ലീഗ് കേരളയുടെ ടൈറ്റിൽ സ്പോൺസർ ആയിരിക്കുന്നു മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള എന്നായിരിക്കും ഫുട്ബോൾ ലീഗ് അറിയപ്പെടുക. ഫോഴ്സ കൊച്ചി FC-യും മലപ്പുറം FC-യും തമ്മിലാണ് മത്സരം നടക്കുക. സെപ്റ്റംബർ 7 വൈകുന്നേരം 7:30 കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങളുടെ തത്സമയ സംപ്രേഷണം സ്റ്റാർ സ്പോർട്സ് 1-ൽ ഉണ്ടാകും. ടിക്കറ്റുകൾ Paytm വഴി ലഭ്യമാകും. വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി ഈ മാസം 30 മലപ്പുറം മഞ്ചേരി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വച്ച് ചാരിറ്റി മത്സരം സംഘടിപ്പിക്കുമെന്ന് മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള CEO മാത്യു ജോസഫ് വ്യക്തമാക്കി. മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയുടെ ഭാഗമായി മാധ്യമ അവാർഡുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്ന് വൈൻഡപ്പ് സോങ് ഇല്ലെങ്കിൽ കൊല്ലുമെന്നാണ് മിനി ചേച്ചി നമ്മളോട് പറഞ്ഞത്, നമ്മുടെ സ്ഥിരം പ്രേക്ഷക. നാളെ കാണാം, നാളെ നമുക്ക് ഈ പരാതികളൊക്കെ പരിഹരിക്കാം. അപ്പോൾ നാളെ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. ഇന്ന് എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. നാളെ രാത്രി 10:30 വീണ്ടും കാണാം. ബൈ.